Hello friends, once again welcome back to EduTutor. MEG 10ൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1ൽ യൂണിറ്റ് 2 ആണ്. മാക്കുലെ, രാജാറാം മോഹൻ റോയ് ആൻഡ് ചാൾസ് ഇ ട്രെവല്യൻ. ബ്ലോക്ക് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി എഡ്യൂക്കേഷൻ പോളിസി ഇൻ കൊളോണിയൽ ഇന്ത്യ പ്രയർ ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ്. ഇംഗ്ലീഷ് പഠനം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് കൊളോണിയൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ചോദ്യം. Education policy in colonial India prior to English studies. The education policy in colonial India prior to the establishment of English studies was primarily guided by the British colonial government's policy of neutrality regarding religious cultural matters. The East India Company's encouragement of ancient and medieval Indian learning was based on the policy of non-interference in education, which was conditioned by the imperatives of socio-political control over the newly conquered territories. യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം അവരുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മതസംസ്കാര കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും മറ്റും നടന്നിരുന്നു. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയുടെ പുരാതനവും മധ്യകാലത്തെയൊക്കെ വിദ്യാഭ്യാസ രീതിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ പഴയ വിദ്യാഭ്യാസ രീതിയെ അവർ എതിർത്തിരുന്നു. അവർ ഇന്ത്യയുടെ മേലെ ഈ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ്റെ ഒരു അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണ്ട് കാലത്തെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയെ ഇംഗ്ലീഷ് വിഭാഗം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ഇടപെടാതിരിക്കുക എന്ന ഒരു പോളിസിയായിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ പുതിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കിയിട്ടുണ്ടായി. അതിനുശേഷം അവിടെ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. Early debates and arguments. The introduction of English studies in India was a result of a long debate or conflict between advocates of English education and those who favored the study of classical Indian languages such as Sanskrit, Persian, and Arabic. Charles Grant, an employee of the East India Company, recommended the dissemination of European literature and sciences through the medium of English among the people of India as early as 1792. Grant believed that Indian society was steeped in superstition, idolatry, and immorality, and that this evil could only be removed by a system of Western education. ഇന്ത്യൻ വിദ്യാഭ്യാസം ഇംഗ്ലീഷുകാർ നമ്മളുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ധാരാളം സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ നിറഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. സതി പോലെയുള്ള അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കൽ, അങ്ങനെ ഒത്തിരി എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങൾ സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ധാരാളം സൂപ്പർസ്റ്റിഷ്യൻസ് നിറഞ്ഞ ഒരു കൺട്രി ആയിരുന്നു നമ്മുടേത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മളുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ. എന്തായിരുന്നു ആ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ആര് തമ്മിലായിരുന്നുള്ള കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൂപ്പർസ്റ്റിഷ്യൻസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന അവർക്ക് നീക്കം ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അവർ. മറ്റൊരു വിഭാഗം ആൾക്കാർ അവർ കൂടുതലായിട്ടും ലിറ്ററേച്ചർ, നമ്മുടെ സംസ്കൃത്, പേർഷ്യൻ, അറബിക് അങ്ങനെയുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കൂടുതലായിട്ടും
സപ്പോർട്ട് ചെയ്തവരായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഭാഷകൾ അതൊക്കെ ഇല്ലാതാകും, അതിൻ്റെ ലിറ്ററേച്ചറിന് കൂടുതൽ എന്താ പറയുക ഒരു സപ്പോർട്ട് കിട്ടില്ല, അതൊക്കെ മുങ്ങിപ്പോവും എന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു ഇവർ. Macaulay Minute and the shift in policy. The Governor General's resolution of 1835 officially announced that the great object of the British government ought to be the promotion of European literature and sciences among the natives of India. Macaulay's Minute on Indian Education 1835 and Trevelyan's on the Education of the People of India 1838 incorporated all these debates along with a passionate plea for the introduction of English studies. Macaulay's Minute is regarded as a watershed that not only governed the educational policy of the British administration after 1835 but also reflected a crucial change in the strategy of control and subjection of the native population. യൂറോപ്യൻ ലാംഗ്വേജും അവരുടെ സയൻസും ഒക്കെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്തത് ദ ഗവർണർ ജനറൽസ് റെസൊല്യൂഷൻ ഓഫ് 1835 1835 ഒഫീഷ്യലി ഒരു അനൗൺസ്മെൻറ്റ് നടന്നിരുന്നു ഗവർണർ ജനറൽ ഓഫ് റെസൊല്യൂഷനിൽ. അതിനുശേഷമാണ് പ്രാബല്യത്തിൽ വന്നത്. അതിന് പ്രധാന കാരണങ്ങളായിട്ട് രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് മാക്യുലെ, പ്രോമിനൻ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൻ്റെ മാക്യുലെ എന്ന് പറയുന്നത്. അപ്പോൾ മാക്യുലയുടെ മിനിറ്റ് ഉണ്ട്, അത് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അത്. 1835 മാക്യുലയുടെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ട്രെവലിയൻ്റെ 1838 ദ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ രണ്ട് ഡോക്യുമെൻ്ററികളായിരുന്നു കൂടുതലായിട്ടും സ്വാധീനിച്ചത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുത്താനായിട്ട്. ഇനി ഈ നമ്മളുടെ മാക്യുലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവരണം എന്ന് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മറിച്ച് അദ്ദേഹത്തിന് തീർത്തും നമ്മളുടെ ഇന്ത്യയെ കെട്ടാനൊക്കെ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അവർക്ക് ഭരിക്കണമെങ്കിൽ നമ്മളുടെ മേലെ ഒരു ആധിപത്യം അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സുപ്പീരിയോറിറ്റി പവറൊക്കെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മാക്യുലെ. Imperialism and cultural superiority. The new phase of imperialism represented by Macaulay and Trevelyan constructed imperialism as a benevolent political enterprise zealously working towards the improvement of less developed communities. The assumption was that these communities could not improve on their own due to the innate depravity or inferiority of their socio-cultural practices. This imperial mindset was reflected in the educational policy, which aimed to promote European literature and science among the natives. ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ മാക്യുലയുടെ ഒരു എന്താ പറയുക, ഒരു കുറുക്കൻ്റെ ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള മൈൻഡ് സെറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ മാക്യുലയും ട്രെവലിനെയാണ് നമ്മളിവിടെ എടുത്ത് പറയുന്നത്. അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് എല്ലായിടത്തും പോയിട്ട് അവർക്ക് ഡയറക്റ്റായിട്ട് എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാനൊന്നും സാധിക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെയധികം ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, തീരെ ഇൻഫീരിയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അവർ സെലക്ട് ചെയ്ത് അവിടെ മാത്രം അവരുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവിടെ കൊണ്ടുവന്നു. അതിന് വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫീരിയർ ആയിട്ടുള്ള നമ്മളുടെ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളുടെ രാജ്യം അന്നൊക്കെ ഒത്തിരി സൂപ്പർസ്റ്റിഷൻസ് നിലനിന്നതായിരുന്നു. പ്രത്യേകിച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഈ സൂപ്പർസ്റ്റിഷൻസിൻ്റെ അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ
ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് അല്ലെങ്കിൽ മാക്കിലെ പോലെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വന്ന് അവരുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അവരുടെ സയൻസൊക്കെ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നു. Impact on Indian society. The introduction of English studies had a significant impact on Indian society. A new class of Bengali intellectuals arose who were vocal in their support of English education. Many institutions for the spread of education through the medium of English were established by learned Bengali Hindus with the financial and moral support of the missionaries and sympathetic officials of the East Indian Company. The intellectual ferment in the middle-class Hindu community of Bengal signaled the slow but sure growth of the social reform movement in India. ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഷുവറായിട്ടും സംഭവിച്ചു. ഇന്ത്യയിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബംഗാളികളെയാണ് എടുത്തു പറയുന്നത്. കാരണം ആ ഒരു സൈഡിലായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്നും ഒത്തിരി ലീഡേഴ്സ് അവിടെ ഉയർന്നു വന്നു. ഒത്തിരി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടി. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് എഴുതാനായിട്ട് സാധിച്ചു. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒത്തിരി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്ന് ഉയർന്നു വന്ന ഒരു സമയമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിന് സപ്പോർട്ടായിട്ട് നിന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വെറുതെ കൊണ്ടുവന്നാൽ പോരല്ലോ, അതിനായിട്ട് ഒത്തിരി പൈസ ചിലവുണ്ട്. അപ്പോൾ അതിനായിട്ട് മോറൽ സപ്പോർട്ടും അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ നൽകിയിരുന്നത് എടുത്തു പറയാനായിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറീസും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയ ഒരു കൈബലം ഉണ്ടായിരുന്നു. ഓക്കെ, കൺക്ലൂഷനാണ്. ഇൻ കൺക്ലൂഷൻ, the education policy in colonial India prior to the establishment of English studies was shaped by the British colonial government's policy of neutrality regarding religious cultural matters. However, with the introduction of English studies, the policy shifted towards promoting European literature and sciences among the natives with the aim of consolidating British imperial power and promoting cultural superiority. The impact of this policy on Indian society was significant, leading to the growth of new class of intellectuals and the social reform movement. The legacy of this policy continues to shape India's education landscape, with English education and the English language remaining an important part of the country's cultural and intellectual heritage. കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. ഓക്കെ, കൺക്ലൂഷനിലേക്ക് കടക്കുമ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്താൽ മാത്രം മതി. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് ഗുണങ്ങളും ഉണ്ടായിരുന്നു, ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഗുണം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ വ്യാപിച്ചപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. സൂപ്പർസ്റ്റിഷ്യൻസിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന നമുക്ക് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു തലമുറ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ വാല്യൂസ് നമുക്കിപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. നമ്മൾ തന്നെ എക്സാമ്പിളാണല്ലോ, MA ഇംഗ്ലീഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒത്തിരി നമുക്കറിയാം. വളരെയധികം ബോധവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ കൺക്ലൂഡിങ് പാർട്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 2 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, what is the contribution of the social reform movement in India to the institutionalization of English studies? ഇംഗ്ലീഷ് പഠനത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിന്
ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ഇതിൻ്റെ സംഭാവന എന്താണ്? The social reform movement in India played a pivotal role in the institutionalization of English studies in the country. During the 19th century, India was undergoing significant social, cultural, and economic changes, and the social reform movement was instrumental in shaping the country's educational landscape. The movement's emphasis on Western education, including English language and literature, helped lay the foundation for English studies in India. 19ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നുവെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സാമൂഹികം, സാമ്പത്തികം, സാംസ്കാരികമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം തന്നെയാണത്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രസക്തി തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു മാറ്റത്തിൻ്റെ ആരംഭം കുറിച്ചത് ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നെയാണ്. സോ ബേസിക്കലി സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് എന്ന ഒരു പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കാരണം ആയത്. The social reform movement's contribution to the institutionalization of English studies can be attributed to several key factors. Firstly, social reformers like Raja Ram Mohan Roy and Ishwar Chandra Vidyasagar recognized the importance of English education in modernizing Indian society. They believed that English education would not only provide Indians with access to Western knowledge and ideas, but also equip them with the skills and knowledge necessary to participate in the colonial administration. As a result, they advocated for the introduction of English education in India, which ultimately led to the establishment of English studies. ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനായിട്ട് കുറേ ഘടകങ്ങളുണ്ട്. വെറുതെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതല്ല. അതിനായിട്ട് എടുത്തു പറയേണ്ട രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് രാജാറാം മോഹൻ റോയ് അതുപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തീപ്പൊരി അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു യൂറോപ്യൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കുക എന്നതിൽ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഒരു നോളജ് നമുക്ക് കിട്ടുക എന്നതിൽ ഉപരിയായിട്ട് ധാരാളം മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടവരാണ് ഇവരൊക്കെ. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും അതിലുപരി മാറ്റങ്ങൾക്ക് ഇന്ത്യ വിധേയമാവുകയും ചെയ്തത്. The establishment of educational institutions was a crucial step in the institutionalization of English studies in India. Social reformers played a key role in setting up institutions like the Hindu College in Calcutta, which later became Presidency College and the University of Calcutta. These institutions offered courses in English language and literature, which helped spread English education among Indians. The University of Calcutta, established in 1857, was one of the first universities in India to offer English literature as a subject, and it played a significant role in promoting English studies in the country. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വരുന്നതിനേക്കാട്ടിലും മുന്നേ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ കാലുകുത്തുന്നതിന് മുൻപ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. എസ്പെഷ്യലി പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കുറച്ചെങ്കിലും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ആർക്കും തന്നെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നെയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലൊക്കെ ഉപരി സോഷ്യൽ റീഫോമേഴ്സ് അവരൊക്കെ ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ വ്യാപിക്കുന്നതിനും സോഷ്യൽ റീഫോമേഴ്സിന് ഒത്തിരി
പ്രാധാന്യമുണ്ട്. അത് എടുത്ത് പറയാനുള്ള കാരണം ബ്രിട്ടീഷേഴ്സ് കുറച്ച് പേര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം നമ്മളുടെ ലീഡേഴ്സ് തന്നെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അതിനായിട്ട് മെയിനായിട്ട് പറയാനായിട്ട് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ട നമ്മുടെ സോഷ്യൽ റീഫോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തതും അത് പിന്നീട് ഒരു പ്രസിഡൻസി കോളേജായിട്ട് മാറുകയും കൽക്കട്ടയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട അത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ദ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം 1857 ആണ്. നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കാനായിട്ട്, അതിൻ്റെ ലിറ്ററേച്ചർ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ തുറന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർന്നു വന്നത്. The social reform movement's emphasis on rational thinking and critical inquiry also contributed to the growth of English studies in India. Social reformers believed that English education would help Indians develop critical thinking skills, challenge traditional social norms, and adopt more progressive ideas. As a result, English studies became an essential part of Indian education, enabling Indians to engage with Western ideas and knowledge. The study of English literature, in particular, helped Indians develop a deeper understanding of Western culture and values, which had a profound impact on Indian literature and society. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലി ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരുന്നു. അവരുടെ ഒരു മൈൻഡ് സെറ്റ് പ്രകാരം ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു സയൻസൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖേന ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് നോളജ് മാത്രമല്ലായിരുന്നു അവരുടെ ഉദ്ദേശം, അതിനുപരിയായിട്ട് ഒത്തിരി ഡെവലപ്മെൻറ്റ്സ്, പ്രോഗ്രസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വ്യാപിച്ചു. എല്ലാവരിലും അതിൻ്റേതായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന ഉണ്ടായിരുന്നത്. അത് മുഖേന ലിറ്ററേച്ചേഴ്സിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. The institutionalization of English studies in India had far-reaching consequences. It not only helped spread English education among Indians, but also contributed to the development of Indian literature in English. Indian writers like Rabindranath Tagore, R.K. Narayan, and Salman Rushdie, among others, were influenced by English literature and went on to make significant contributions to Indian literature. The study of English literature also enabled Indians to engage with global literary trends and ideas, which helped shape Indian literature and culture. ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന വലിയ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ലിറ്ററേച്ചറിലാണ്. ധാരാളം വ്യക്തികൾ ലിറ്ററേച്ചർ എഴുതാനായിട്ട് മുന്നോട്ട് വന്നു. അതും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് തുടങ്ങി. വിവർത്തനങ്ങൾ, ട്രാൻസ്ലേഷൻസ് ഒത്തിരി നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട വ്യക്തികളാണ് രവീന്ദ്രനാഥ ടാഗോർ, R.K. നാരായൺ, സൽമാൻ റുഷ്ദി എന്നിവരൊക്കെ. അവർ മാത്രമൊന്നുമല്ല, പിന്നെയും കുറേ വ്യക്തികളൊക്കെ ഉണ്ട്, പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. നമ്മളിവിടെ പഠിക്കുന്നതിന് ഭാഗമായിട്ട് ഇത്രയും 2-3 പേരെങ്കിലും പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി ഇത് മുഖേന എന്താണ് സംഭവിച്ചത്? ലിറ്ററേച്ചർ മുഖേന, അതിലുള്ള ഡെവലപ്മെൻറ്റ്സ് മുഖേന ഇന്ത്യയിൽ തന്നെയാണ് ഒത്തിരി പ്രോഗ്രസ് സംഭവിച്ചത്. In conclusion, the social reform movement in India played a significant role in the institutionalization of English studies in the country. The movement's emphasis on Western education, establishment of educational institutions,
and promotion of rational thinking and critical inquiry helped spread English education among Indians. The institutionalization of English studies had a profound impact on Indian literature and society, enabling Indians to engage with Western ideas and knowledge and contributing to the development of Indian literature in English. Today, English studies remain an essential part of Indian education, and the legacy of the social reform movement continues to shape the way English is taught and studied in India. കൺക്ലൂഡിങ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അതിന് ഈ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികൾക്കും കിട്ടിയതിന് ശേഷം ധാരാളം എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ കാരണമെന്ന് പറയുന്നത് നമ്മളുടെ യൂറോപ്യൻസിൻ്റെ ഒരു വരവ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ലിറ്ററേച്ചറിലുള്ള ഒരു വലിയ മാറ്റം നമ്മൾ കണ്ടിരുന്നു. അത് മുഖേന ഡെവലപ്മെൻറ്റ്സ് ഒത്തിരി ഇന്ത്യയിലുണ്ടായി. പിന്നെ സംഭവിച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്ത്യൻ വ്യക്തികളിലുള്ള സൂപ്പർസ്റ്റിഷൻസും അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. പ്രാക്ടിക്കലായിട്ട് ലോജിക്കലി ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. The impact of the social reform movement on education studies in India can still be seen today. The movement's emphasis on education as a means of social change and modernization continues to influence Indian education policy. The study of English literature and language remains an essential part of Indian education, and Indian writers continue to make significant contributions to English literature. The institutionalization of English studies in India has had a lasting impact on the country's literary and cultural landscape, and it continues to shape the way Indians engage with the world. Overall, the social reform movement's contribution to the institutionalization of English studies in India was instrumental in shaping the country's educational landscape and promoting English education among Indians. The movement's legacy continues to influence Indian education and literature, and its impact can still be seen today. നമ്മളുടെ ഈ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കടക്കുകയാണ്. കൺക്ലൂഡിങ് പാർട്ടിൽ ഒരു സെക്കൻഡ് പാർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കടക്കുമ്പോൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ കൺക്ലൂഡിങ്ങിലേക്ക് അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടിയും ആവർത്തനമാണ്. ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ മുഖേന ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം തന്നെയായിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലിറ്ററേച്ചറിൽ കൊണ്ടുവന്ന മാറ്റം അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ലിറ്ററേച്ചറിനെ കുറിച്ചല്ല പറയുന്നത്, ഇപ്പോഴും ലിറ്ററേച്ചേഴ്സ് ഇംഗ്ലീഷിൽ ഒത്തിരി പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അത് മുഖേന ധാരാളം മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു ബ്ലോക്കിൽ, ഈ ഒരു യൂണിറ്റിൽ 10 ക്വസ്റ്റ്യൻസാണുള്ളത്. അപ്പം ഞാൻ 2 ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ കവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ വൺസ് അഗെയിൻ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.